പാർട്ടി അംഗത്വം പുതുക്കാതെ മുതിർന്ന CPM നേതാവ് ജി സുധാകരൻ. പാർട്ടി നേതൃത്വവുമായുള്ള ഭിന്നത തുറന്നു പറയുന്ന ഫേസ്ബുക്ക് പോസ്റ്റിലാണ് ജി സുധാകരൻ ഇക്കാര്യം വ്യക്തമാക്കിയത്. നിലവിൽ ആലപ്പുഴ DC-യുടെ കീഴിലുള്ള ബ്രാഞ്ച് അംഗമാണ് ജി സുധാകരൻ. 43 വർഷത്തെ സംസ്ഥാന കമ്മിറ്റി അംഗത്വത്തിന് ശേഷം ബ്രാഞ്ചിൽ വന്ന് പ്രവർത്തിച്ചപ്പോൾ എങ്ങനെയുണ്ടെന്ന് ഒരു തവണ പോലും ജില്ലാ സെക്രട്ടറി അന്വേഷിച്ചില്ലെന്ന് ജി സുധാകരൻ തുറന്നടിച്ചു. സ്റ്റുഡൻസ് ഫെഡറേഷന്റെ ആദ്യ സംസ്ഥാന സെക്രട്ടറിയായി പ്രവർത്തിച്ച് അടിയന്തരാവസ്ഥക്കാലത്ത് ജയിൽവാസവും ലോക്കപ്പ് മർദ്ദനവും ഏൽക്കേണ്ടി വന്ന മുതിർന്ന CPM നേതാവും മുൻ മന്ത്രിയുമായ ജി സുധാകരനാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി മുതൽ ലോക്കൽ കമ്മിറ്റി അംഗത്തിൽ നിന്ന് വരെയുള്ള അവഹേളനം ഏറ്റുവാങ്ങി പാർട്ടിയിൽ നിന്ന് സ്വയം പുറത്തേക്ക് പോകേണ്ടി വരുന്നത്. അഴിമതിയുടെ കറപുരുളാത്തപ്പോൾ തന്നെ കർക്കശക്കാരനും കാര്യപ്രാപ്തിയോടെ ഉത്തരവാദിത്തം നടപ്പാക്കുന്ന ജനപ്രതിയും സംഘാടകനും മന്ത്രിയുമായാണ് ജി സുധാകരനെ പൊതുസമൂഹം വിലയിരുത്തുന്നത്. ഈ സാഹചര്യത്തിൽ തന്നെയാണ് സംസ്ഥാന സെക്രട്ടറിയുടെയും ജില്ലാ സെക്രട്ടറിയുടെയും അടക്കം അവഹേളനങ്ങൾ ചൂണ്ടിക്കാട്ടി താൻ പാർട്ടി അംഗത്വം പുതുക്കുന്നില്ലെന്ന് വ്യക്തമാക്കിയത്. കഴിഞ്ഞ 5 വർഷമായി നേരിടുന്ന അവഗണനകളും അവഹേളനങ്ങളും ഫേസ്ബുക്ക് കുറിപ്പിൽ സുധാകരൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കലെത്തി നിൽക്കെയുള്ള സുധാകരൻ്റെ നീക്കം പാർട്ടിയെയും മുന്നണിയെയും പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. ഇതേസമയം സുധാകരനെ അനുനയിപ്പിക്കുമോ, അനുനയ ശ്രമം നടത്തിയെന്ന് വരുത്തി തീർത്ത് പുറത്തു പോയിക്കോട്ടെ എന്ന് തീരുമാനിക്കൂ എന്നതാണ് നോക്കിക്കാണേണ്ടത്. എന്നാൽ സുധാകരൻ്റെ രാഷ്ട്രീയ നീക്കം എന്തെന്ന് ഇനിയും വ്യക്തമായിട്ടില്ല. ഇതേസമയം സ്വതന്ത്രനായി മത്സരിക്കാനുള്ള സാധ്യത കണക്കാക്കുന്നുണ്ടെങ്കിലും ഏതു മണ്ഡലത്തിൽ നിന്നെന്ന് വ്യക്തമല്ല. വരുന്ന 7-ന് ജില്ലയിലെത്തുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ സുധാകരനെ അനുനയിപ്പിക്കാൻ എത്തുമോ എന്നതും കണ്ടറിയേണ്ടതാണ്. ക്യാമറാമാൻ സുമേഷ് പുന്നമടയ്ക്കൊപ്പം സുധീഷ് ഗോപാൽ, ജനം, ആലപ്പുഴ. വാർത്തയുടെ വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ നമ്മോടൊപ്പം ചേരുകയാണ്. സുധീഷ്, ഏതായാലും ജി സുധാകരൻ ഉയർത്തിയ വെല്ലുവിളി ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അത്ര നിസ്സാരമായി CPM-ന് കാണാൻ കഴിയില്ല. ഇപ്പോൾ വരുന്ന വാർത്തകൾ അനുസരിച്ച്, സൂചനകൾ അനുസരിച്ച് അമ്പലപ്പുഴ മണ്ഡലത്തിൽ സ്വതന്ത്രനായി ഒരുപക്ഷെ ജി സുധാകരൻ മത്സരിച്ചേക്കും എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. അനുനയിപ്പിക്കാൻ പിണറായി തന്നെ എത്തിയാലും അതിന് ജി സുധാകരൻ ഈ ഘട്ടത്തിൽ വഴങ്ങുമോ എന്ന് തന്നെ കണ്ടറിയേണ്ടിയിരിക്കുന്നു. എന്താണ് ജി സുധാകരനുമായി ബന്ധപ്പെട്ട അടുത്ത വൃത്തങ്ങൾ നമുക്ക് നൽകുന്ന സൂചനകൾ? ജി സുധാകരനെ സംബന്ധിച്ചിടത്തോളം ഈ 5 വർഷവും പലതരത്തിൽ സുധാകരന് നേരെയുള്ള അവഹേളനങ്ങളിലും മറ്റും പ്രതികരിക്കുകയും അതോടൊപ്പം തന്നെ പലരെയും ശ്രദ്ധയിൽപ്പെടുത്തുകയും ഒക്കെ ചെയ്തിട്ടും അതിൽ ആരും ഒരു നടപടിയും സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല ഒരു തിരുത്തലും ഉണ്ടായിട്ടില്ല. ഇന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ ഭാഗത്തു നിന്ന് തന്നെയും അത്തരം അവഹേളനം ഉണ്ടായ ഒരു സാഹചര്യത്തിലാണ് എടിപിടിയിൽ താൻ മെമ്പർഷിപ്പ് പുതുക്കുന്നില്ലെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്തെത്തിയത്. ഈ 8-ാം തീയതി വരെ പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കാനുള്ള സാഹചര്യമുണ്ട്. എന്നാൽ അതിനുള്ളിൽ തന്നെ ഇത്തരം ഒരു പ്രഖ്യാപനവുമായി ജി സുധാകരൻ രംഗത്തെത്തിയത് ഒരു തരത്തിലും ഈ പാർട്ടിയിൽ നിന്നും ഒരു തിരുത്തലും ഉണ്ടാകില്ല എന്ന് ബോധ്യമായ ഒരു സാഹചര്യത്തിൽ തന്നെയാണ്. ഇന്ന് ജില്ലാ സെക്രട്ടറി ആർ നാസർ ഉച്ചയ്ക്ക് ശേഷം ജി സുധാകരനുമായി ഫോണിൽ സംസാരിച്ചിരുന്നു. അപ്പോഴും തന്റെ പ്രതിഷേധങ്ങൾ അറിയിച്ച് അംഗത്വം പുതുക്കുന്നില്ല എന്ന് തന്നെ അറിയിച്ചു എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ ഒരു സാഹചര്യത്തിൽ ഇനി എന്ത് രാഷ്ട്രീയ നീക്കമാണ് നടത്തേണ്ടതെന്നതിൽ ജി സുധാകരൻ ചിലപ്പോൾ നാളെ തന്നെ പ്രതികരിക്കും. അത് സംബന്ധിച്ച് ആലോചിച്ചിട്ട് പ്രതികരിക്കുമെന്നാണ് ജി സുധാകരനൊപ്പം കുടുംബവും വ്യക്തമാക്കിയിട്ടുള്ളത്. അത് ഒരുപക്ഷെ നാളെ തന്നെ ഉണ്ടാകും. അത്തരത്തിലുള്ള തീരുമാനങ്ങളിലേക്ക് എത്തിയിട്ടില്ലെങ്കിൽ ഒരുപക്ഷെ വീണ്ടും കാത്തിരിക്കേണ്ടി വരും സുധാകരന്റെ ഇനി ഒരു വാർത്താ സമ്മേളനമോ മറ്റോ ഉണ്ടാകുന്നതിന് വേണ്ടി. എന്തു തന്നെയായാലും ജി സുധാകരൻ പാർട്ടി അംഗത്വം പുതുക്കാതെ പാർട്ടിയിൽ നിന്നും പടിയിറങ്ങുക എന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്നത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. എന്നാൽ MA ബേബി തിടുക്കത്തിൽ ഒരു തീരുമാനത്തിലേക്ക് പോകരുതെന്ന് അഭ്യർത്ഥിച്ചിട്ടുള്ളതായും സൂചനകൾ ലഭിക്കുന്നുണ്ട്. 7-ാം തീയതി വരെ കാത്തിരിക്കണം എന്നതാണ് പറയുന്നത്. എന്തു തന്നെയായാലും ജി സുധാകരൻ ഇതേ സാഹചര്യത്തിൽ തന്നെ കണക്കാക്കുന്ന മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അതായത് ഇപ്പോൾ വീണ ജോർജിനായാലും പ്രതിഭയ്ക്കായാലും ടി കെ രാമകൃഷ്ണനായാലും അങ്ങനെ പലർക്കും വീണ്ടും മത്സരിക്കാനുള്ള സാഹചര്യം ഒരുക്കുമ്പോൾ ജി സുധാകരനെ പോലെ ചിലർക്ക് മാത്രമാണ് അത്തരത്തിലുള്ള എല്ലാ വാതിലുകളും അടച്ചുകൊണ്ട് പൂർണ്ണമായും കഴിഞ്ഞ ദിവസം ചേർന്ന ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ജി സുധാകരനെ കുറിച്ച് ചില ചോദ്യങ്ങൾ ആ കമ്മിറ്റിയിൽ ഉണ്ടായി. അപ്പോൾ MV ഗോവിന്ദൻ അതിന് മറുപടി പറഞ്ഞത് അതൊരു ക്ലോസ്ഡ് ചാപ്റ്റർ എന്നാണ്. ഇത് തിരുവനന്തപുരത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിലും മാധ്യമപ്രവർത്തകർ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉന്നയിച്ചപ്പോൾ ഒരു പരിഗണനയും സുധാകരന് നൽകില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പരിഹാസച്ചിരി മാധ്യമപ്രവർത്തകരുമായി കൂട്ടുചേർന്നുകൊണ്ട് ഒരു പരിഹാസച്ചിരിയാണ് MV ഗോവിന്ദനിൽ നിന്ന് ഉണ്ടായത്. ആ അപമാനം അദ്ദേഹം ഫേസ്ബുക്കിലൂടെ പങ്കുവെക്കുകയും ചെയ്തു. നമുക്കറിയാം വി എസിന് ശേഷം
ആലപ്പുഴയിൽ ഏറ്റവും ജനകീയനായ CPM നേതാവ് ആരാണ് എന്ന് ചോദിച്ചാൽ അത് സുധാകരനാണ്. രാഷ്ട്രീയ എതിരാളികൾ പോലും ശരിവെക്കുന്നതാണ് അദ്ദേഹം അഴിമതിയുടെ ഒരു കളങ്കവും ഏൽക്കാത്ത നേതാവാണ് എന്നതാണ്. അപ്പോൾ അത്തരത്തിലൊരു നേതാവിനെ CPM വലിയ പ്രതിരോധത്തിൽ നിൽക്കുമ്പോൾ ആലപ്പുഴ ജില്ലയിൽ ഇങ്ങനെ പിണക്കി നിർത്തുന്നത് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഭൂഷണമാകുമോ CPM? യാഥാർത്ഥ്യബോധത്തോടുകൂടി CPM എന്തെങ്കിലും വിധത്തിലുള്ള ഒരു ഇടപെടൽ ജി സുധാകരൻ എന്ന കാര്യത്തിൽ നടത്തുമെന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാനാകുമോ സുധീഷ്? നീലിമ, ഒരു കാരണവശാലും അങ്ങനെ ഒരു പ്രതീക്ഷയ്ക്ക് വകയില്ല. ഇതിൽ MA ബേബി മാത്രമാണ് അല്പമെങ്കിലും ഇതിൽ ജി സുധാകരന്റെ ഭാഗം പറഞ്ഞ് ഇല്ലെങ്കിൽ ജി സുധാകരൻ പാർട്ടിയിൽ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം മറ്റെല്ലാവരുടെ ആസൂത്രിതമായ നീക്കങ്ങളുടെ ഭാഗമായി തന്നെയാണ് ജി സുധാകരനെ ഇത്തരത്തിൽ 5 വർഷവും പാർട്ടിയിൽ നിന്ന് അകറ്റി നിർത്തിയതുമല്ല. ഇല്ലെങ്കിൽ ജി സുധാകരനെ പാർട്ടിയുടെ ഒരു പൊതുപരിപാടിയിൽ പോലും പങ്കെടുപ്പിക്കാതെ മാറ്റി നിർത്തുമ്പോൾ ഇത് തുറന്ന് ജി സുധാകരൻ പറയുന്ന ഒരു സാഹചര്യത്തിൽ പിണറായി വിജയന്റെ ഒറ്റ ഇടപെടൽ മതി അടുത്ത പരിപാടി മുതൽ ജി സുധാകരനെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു തിരുത്തൽ ഉണ്ടാവാൻ. എന്നാൽ അത്തരം ഒരു തിരുത്തൽ ആഗ്രഹിക്കുന്നില്ല. ജി സുധാകരനെ ഇനി പാർട്ടിക്ക് വേണ്ട ആവശ്യം കഴിഞ്ഞു എന്നൊരു നിലപാട് തന്നെയായിരുന്നു പാർട്ടി സംസ്ഥാന നേതൃത്വം അടക്കം കൈക്കൊണ്ടതെന്ന് വേണം മനസ്സിലാക്കാൻ. ഇതേ സാഹചര്യത്തിൽ തോൽക്കുമെന്ന് പൂർണ്ണമായും പാർട്ടി വിലയിരുത്തിയ H സലാമും ദലീമയ്ക്കും അടക്കം സീറ്റ് കൊടുത്തുകൊണ്ടുള്ള ഒരു തീരുമാനത്തിലാണ് ജില്ലാ കമ്മിറ്റി മുതൽ സംസ്ഥാന കമ്മിറ്റി വരെ മുന്നോട്ട് പോകുന്നത്. ഈ ഘട്ടത്തിൽ അമ്പലപ്പുഴയിൽ വലിയ തലവേദന ജി സുധാകരൻ സൃഷ്ടിക്കുമോ എന്നാണ് പാർട്ടി നേതൃത്വം ഉറ്റുനോക്കുന്നത്.